ഇപ്പോൾ കിട്ടിയ വാർത്ത. സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കേരളയുടെ ചക്രവർത്തി ഹിസ് ഹൈനസ് കാരണഭൂത തിരുമനസിൻ്റെ ശക്തമായ താക്കീതിൽ ആടിയുലഞ്ഞ് ട്രംപ് ഭരണകൂടം. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജീവിക്കുന്ന ഇതിഹാസം കോമ്രേഡ് ബേബിയുടെ മുന്നറിയിപ്പിൽ പതറിപ്പോയ അമേരിക്കൻ ഭരണകൂടം കേരള രാജാവിൻ്റെ അളന്നുമുറിച്ചുള്ള വാക്കുകൾ കേട്ട് വെനിസ്വേല പ്രസിഡന്റ് ആദരണീയ കോമ്രേഡ് മഡുറോയെയും ലേഡി മഡുറോയെയും വിട്ടയക്കാൻ തീരുമാനിച്ച വിവരം ഞങ്ങളുടെ അങ്കമാലി ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ തീരുമാനത്തിലൂടെ ട്രംപ് ഭരണകൂടം യഥാർത്ഥത്തിൽ തങ്ങളെ തുറിച്ചു നോക്കിയിരുന്ന പരാജയം ഒഴിവാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കേരള ചക്രവർത്തിയുടെ വാക്കുകളെ ധിക്കരിച്ചിരുന്നുവെങ്കിൽ ഡെമോക്രാറ്റിക് യുവതാ പാർട്ടിയുടെ ചെമ്പടയുടെ വന്യമായ ആക്രമണത്തെ നേരിടേണ്ടി വരുമായിരുന്നു. സാമ്രാജ്യത്വം തന്ത്രപരമായ പിൻവാങ്ങലിലൂടെ തങ്ങളുടെ മുഖം രക്ഷിച്ചിരിക്കുന്നു. കനലിൽ ഒരു തരിമതി എന്ന ആപ്തവാക്യം ഇവിടെ അനർത്ഥമാവുകയാണ്. ഇനി മേലിൽ താനോ തൻ്റെ ബന്ധുമിത്രാദികളോ തെമ്മാടി രാഷ്ട്രത്തിൽ ചികിത്സയ്ക്കോ വിനോദസഞ്ചാരത്തിനോ പോകില്ല എന്നും ചക്രവർത്തി തിരുമനസ് പ്രതിജ്ഞയെടുത്തതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും വരുന്നുണ്ട്. പകരം ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് സ്വർഗീയ ഉത്തര കൊറിയയിൽ നിന്നും ഭൂമിയിലെ സ്വർഗമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ക്യൂബയിൽ നിന്നും വിദഗ്ധ വൈദ്യസംഘം കേരള രാജ്യത്തെ എത്തുന്നതാണ്. ജയ് കേരള, ജയ് കേരള മഹാരാജ.